മെയ് മാസം 14 2025 ധീരവും ഗൗരവമേറിയതുമായ ഒരു പ്രഖ്യാപനത്തിൽ പുതുതായി സ്ഥാനമേറ്റ ജർമ്മൻ ചാൻസലർ മെർസ് ജർമ്മനിയുടെ സൈന്യത്തെ സാമ്പത്തിക പരിധിയില്ലാത്ത യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത ശക്തിയാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ശക്തി ആക്രമണത്തെ തടയുന്നു, ബലഹീനത ആക്രമണത്തെ ക്ഷണിക്കുന്നു. മെർസ് ജർമ്മൻ ഫെഡറൽ പാർലമെന്റിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു. ഇത് വെറുമൊരു ദേശീയ നയമാറ്റമല്ല, സമകാലിക സംഭവങ്ങളിൽ പ്രകടമാകുന്ന പുരാതന തിരുവെഴുത്ത്. എബ്രായ തിരുവെഴുത്തുകൾ അനുസരിച്ച് പുനർജീവിക്കപ്പെട്ട ജർമ്മനി നയിക്കുന്ന ശക്തമായ ഒരു യൂറോപ്യൻ സൂപ്പർ സ്റ്റേറ്റ് അവസാന നാളുകളിൽ ഉയർന്നു വരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഒരു കേന്ദ്ര അധികാരത്തിന് കീഴിൽ ഒന്നിക്കുന്ന 10 രാഷ്ട്രങ്ങളാൽ നയിക്കപ്പെടുന്ന പുരാതന സാമ്രാജ്യങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു മൃഗശക്തിയെക്കുറിച്ച് വെളിപാടിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നു. ആധുനിക യൂറോപ്പിൽ ഇപ്പോൾ രൂപം കൊള്ളുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അന്തിമ പുനരുത്ഥാനമാണിത്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള പരിമിതികളിൽ നിന്ന് മുക്തമായി ജർമ്മനി തങ്ങളുടെ സൈനിക സാന്നിധ്യവും കഴിവുകളും വീണ്ടും ഉറപ്പിക്കുന്നു. പ്രതിരോധ ചെലവ് കടം പരിധികളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. സൈന്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നിർബന്ധിത സൈനിക സേവനത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഈ വർഷം റിക്രൂട്ട്മെന്റ് 20% വർദ്ധിച്ചു. സഹകരണമല്ല, ആധിപത്യമാണ് ലക്ഷ്യം. എന്നാൽ പലരും മനസ്സിലാക്കാത്തത് സൈനിക ശക്തിയിലെ ഈ ഉയർച്ച അമേരിക്കയെ നേരിട്ട് ബാധിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. അമേരിക്ക, UK തുടങ്ങിയ പുരാതന ഇസ്രായേൽ വംശത്തിന്റെ ആധുനിക പിൻഗാമികൾക്ക് അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഹോശേയാവിന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം മുന്നറിയിപ്പ് നൽകുന്നത്, ഇസ്രായേലും എഫ്രയീമും അവരുടെ അകൃത്യത്തിൽ ഇടറി വീഴും, യൂദായും അവരോടൊപ്പം ഇടറി വീഴും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന ആധുനിക രാഷ്ട്രീയം യഹൂദയാണ്. യഹൂദന്മാരും അവരോടൊപ്പം ഇടറി വീഴും. ധാർമ്മിക തകർച്ചയും ആഭ്യന്തര വിഭജനവും മൂലം ദുർബലരായ അമേരിക്ക ഈ യൂറോപ്യൻ ശക്തിയുടെ കൈകളിൽ വിനാശകരമായ അന്ത്യകാല അടിമത്തത്തിന് ഇരയാകും. ജർമ്മനി നയിക്കുന്ന ഈ വരാനിരിക്കുന്ന മൃഗശക്തി ദേശീയ ദുർബലതയുടെ സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യകക്ഷികളെ ആക്രമിക്കും. ഞാൻ നിങ്ങളുടെ ബലത്തിന്റെ പ്രതാപം കെടുക്കും. നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. ഈ യുഗത്തിന്റെ പാരമ്യത്തിലേക്ക് നാം അടുക്കുന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനകളിൽ ഒന്നാണ് ജർമ്മനിയുടെയും യൂറോപ്പിന്റെയും ദ്രുതഗതിയിലുള്ള സൈനികവൽക്കരണം. ആകയാൽ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ യോഗ്യരായി എണ്ണപ്പെടേണ്ടതിന് എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ.